Good morning, students. Now we can restart our class, the continuation of audit classification. Then second one is classification of audit on the basis of degree of independence. എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. രണ്ട് തരമാണ് പറയുന്നത്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ഓർ എക്സ്റ്റേണൽ ഓഡിറ്റ്, ഓർ സെക്കൻഡ് വൺ ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൾസോ റിഫർഡ് ടു ആസ് എക്സ്റ്റേണൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഓഫ് ഫേം ഈസ് കണ്ടക്റ്റഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് conducted to protect the interest of proprietors and third parties, and it is done periodically after a fixed period. That is independent audit. And the second one is internal audit made compulsory into 2013. According to section 2013, internal audit is compulsory. Okay, the New Companies Act 2013 mandates the appointment of an internal auditor who shall either be a chartered accountant or a cost accountant or such other professional as may be decided by the board to conduct internal audit of the functions and activities of the company. 2013 ആക്ട് പ്രകാരം ഒരു കമ്പനിയിൽ ഒരു ഓഡിറ്റർ കമ്പൽസറിയാണ്. അതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഹി ഷാൽ ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റർ ആയിരിക്കണം. Okay, that is internal audit made compulsory into 2013. Then next classification ആണ് on the basis of conduct of audit. ഓഡിറ്റ് എങ്ങനെ നടത്തുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. അത് പ്രധാനമായിട്ടും വരുന്നത് 7 കാറ്റഗറീസ് ആണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇൻറ്ററിം ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. Then the first one is continuous audit or running audit or detail audit. What do you mean by continuous or running or detail? In the words of Spicer and Pegler, a continuous audit is one where the auditor staff occupied continuously on the accounts of the whole year round, or the auditor attends at intervals fixed or otherwise during the currency of the financial year and performs an interim audit. ഒരു ഇയർ ഫുള്ള് അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഹോൾ ഇയറിൽ, അതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. The above definition reveals the checking of accounts goes on simultaneously with the preparation thereof. ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഇൻ്റർവെൽസിൽ നമ്മൾ ഹോൾ പീരീഡിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ്. The continuous audit is applicable in the case of the following business, that is where the business is very large and where the business requires monthly final accounts for publication. അല്ലേ, അതായത് വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ ബിസിനസ്സിന് മാസം മന്ത്ലി പബ്ലിക്കേഷൻ വേണമെന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് മന്ത്ലി പബ്ലിക് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ ബാങ്ക്, റെയിൽവേ, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രസൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി, അല്ലേ, അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുന്നതിന് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഫൈനൽ അക്കൗണ്ട് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നോട്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ, അതുപോലെ തന്നെ വെരി ലാർജ് വോളിയം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഒരു കേസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ എന്ത് യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ഓഡിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഡീറ്റെയിൽഡ് ചെക്കിങ്, അല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എന്തിലൂടെ സാധിക്കും, കണ്ടിന്യൂസ് ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റൻഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡ്, പെട്ടെന്ന് തന്നെ നമുക്ക് എററുകൾ ഡിറ്റക്ട് ചെയ്യാനും ഫ്രോഡുകൾ ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അപ് ടു ഡേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അക്കൗണ്ടിങ് റെക്കോർഡുകൾ വളരെ പ്രോപ്പറായിട്ട് അപ് ടു ഡേറ്റ് ആയിരിക്കും. ദെൻ ഇയർലി ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടുകൾ വേഗം തന്നെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് ദ ടെക്നിക്കാലിറ്റീസ് ഓഫ് ദ ബിസിനസ്, ഇപ്പോൾ ബിസിനസ്സിനെ കുറിച്ചിട്ട് സ്ഥാപനത്തെ കുറിച്ചിട്ടൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. എഫിഷ്യൻറ്റ് ഓഡിറ്റ്, അല്ലേ, നമ്മൾ തറവായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റായിട്ട് ഓഡിറ്റ് നടത്താം. സജഷൻസ് ആൻഡ് അഡ്വൈസ് ഫ്രം ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സജഷൻസും അഡ്വൈസും നേടിയെടുക്കാം. ദെൻ ഹെൽപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഇൻ്ററിം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ ഓരോ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.
അതായത് ആൾട്രേഷൻ ഓഫ് ഫിഗേഴ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫിഗറുകളൊക്കെ ആൾട്ടർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ക്ലയൻറ്റ് വർക്കിനെ നമുക്ക് ചിലപ്പോൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോസിങ് ദ ത്രെഡ് ഓഫ് നമ്മൾ ആ ജോലിയുടെ ആ ഒരു ത്രെഡ് നമുക്ക് നഷ്ടപ്പെടും. കാരണം എപ്പോഴും ഓഡിറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. മെക്കാനിക്കലായിരിക്കും. അതുപോലെ തന്നെ ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വരവും പോക്കും നമുക്കൊരു അൺഹെൽത്തി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രിക്കോഷൻസ് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഡേഞ്ചേഴ്സ് ഓഫ് continuous audit. The auditor should strictly prohibit any alteration in the books already checked. Any alteration, if necessary, must be done with the permission. Okay. Then, if any alteration is necessary, it should be done by means of the rectifying entry in the journal. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ആൾട്രേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ആൾട്രേഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മളത് ചെയ്യണം. Okay. Then next, as far as possible, checking of accounts of similar nature should be completed at one visit to avoid loose end. നമ്മൾ എന്നൊന്നും ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം അവിടെ എടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടോട്ടൽസ് ആൻഡ് ബാലൻസസ് ഇൻ ഹിസ് ഡയറി ആൻഡ് കമ്പയർ ദം അറ്റ് ദ നെക്സ്റ്റ് വിസിറ്റ്. നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വിസിറ്റിൽ ഹെൽപ്ഫുള്ളാണ്. to prevent the establishment of unhealthy relations between client, staff and advisor. അപ്പോൾ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻ ചെയ്യുക. അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്കുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. Then the auditor should prepare a detailed audit program to prevent any loopholes. ഓഡിറ്റർ എപ്പോഴും എന്തെങ്കിലും ലൂഫോൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ തക്ക രീതിയിലുള്ള പ്രോപ്പർ മെത്തേഡുകൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യാം, ഓഡിറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പേഴ്സണൽ ലെഡ്ജർ, ജനറൽ ലെഡ്ജർ ഷുഡ് ബി കണ്ടക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഫൈനൽ ഓഡിറ്റിന് ലെഡ്ജറും ജനറൽ ലെഡ്ജറും എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ നോമിനൽ അക്കൗണ്ട് ഷുഡ് ബി ചെക്ക് ബൈ സീനിയർ ക്ലർക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നോമിനൽ അക്കൗണ്ട്സുകൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിറ്റ് വർക്ക് സ്റ്റാഫിന് കൊടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ടുള്ള അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷുഡ് നോട്ട് അനൗൺസ് ദ ഡേറ്റ് ഓഫ് ഹിസ് വിസിറ്റ്. ഒരിക്കലും അദ്ദേഹത്തിന് വരുന്ന ഡേറ്റ് അറിയിക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓഡിറ്റ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. The next, final audit or complete audit or periodical audit or annual audit. ഏതാണ് ഫൈനൽ ഓഡിറ്റ് ഓർ കംപ്ലീറ്റഡ് ഓഡിറ്റ് ഓർ പീരിയോഡിക്കൽ ഓഡിറ്റ് ഓർ ആനുവൽ ഓഡിറ്റ്? The final audit take place only after the end of the only after take place at the end of the trading period when all the transactions for the whole year are completely recorded. Forms to which final audit is suitable? ആർക്കൊക്കെയാണ് suitable ആവുക? This form of audit is very useful and convenient to smaller business house. For big business house, continuous audit is more reliable. അല്ലേ? അതായത് ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫൈനൽ ഓഡിറ്റ് ഹെൽപ്ഫുള്ളാണ്. ഇനി അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് വായിക്കാം. Less audit cost, takes only reasonable time, no dislocation in the work of client, reduces the chance of unhealthy relations, not mechanical, not required large audit staff. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോ സഫിഷ്യൻറ്റ് ടൈം ഫോർ ഡീറ്റെയിൽഡ് ചെക്കിങ്ങിന് നമുക്ക് സഫിഷ്യൻറ്റ് ടൈം കിട്ടുന്നില്ല. is only suitable for small firms. Errors and fraud remains more dependent on test checking, does not help preparation of interim accounts, and there is unhealthy delay in getting auditors report in time. ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. The next one is balance sheet audit. What do you mean by balance sheet audit? Balance sheet audit is the recent, and it is an American contribution, and the audit is more popular in USA. In this audit, the auditor verifies the balance sheet items such as capital, liabilities, reserves and provisions, assets and other things given in the balance sheet. It is suitable to the firms where there is a good and efficient system of internal control and internal check. Internal controlum internal checkum എവിടെയാണോ പ്രോപ്പറായിട്ടുള്ളത് അവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഗുഡ് മെക്കാനൈസ്ഡ് അക്കൗണ്ട്സ് അല്ലെ ബിഗ് കൺസേൺ തന്നെ മെക്കാനൈസ്ഡ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെയും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആൻഡ് എഫിഷ്യൻറ്റ് അക്കൗണ്ട്സ് ഓപ്പറേറ്റ് അക്കൗണ്ട് സിസ്റ്റം അവിടെയും ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ഹെൽപ്ഫുള്ളാണ്. ഫൈനലി ഇറ്റ് ഈസ് ക്വൈറ്റ് സ്യൂട്ടബിൾ ടു സ്മോൾ ആൻഡ് മീഡിയം സൈസർ. സ്മോൾ മീഡിയം സൈസർ കമ്പനീസിന് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ.
ദ നെക്സ്റ്റ് പറയുന്നു ഇൻറ്ററിം ഡിവിഡൻറ്റ് interim audit. It is a type of audit which is conducted in between two annual general meetings അല്ലെങ്കിൽ in between two annual audit. രണ്ട് ആനുവൽ ഓഡിറ്റിൻ്റെ ഇടയിൽ നടത്തുന്ന ഓഡിറ്റ്. അഡ്വാൻറ്റേജസ് പറയുന്നത് ഈസി ടു ഫൈൻഡ് ഔട്ട് ദ ഇൻ്ററിം റിസൾട്ട്, helps to declare interim dividend, errors and frauds are quickly detected, final audit can be completed quickly, and interim audit imposes more check as the client staff. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് easy to alter the figures and auditor creates additional work, more expensive, required more detailed and exclusive checking, dislocation of work of client staff. എപ്പോഴും ഇൻ്ററിം ഓഡിറ്റ് സ്യൂട്ടബിൾ ആവുന്നത് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, ലാർജ് ബിസിനസ് ഹൗസ് അങ്ങനെയുള്ള ആൾക്കാണ് ഈ ഇൻ്ററിം ഓഡിറ്റ് ഒന്നുകൂടി ഹെൽപ്ഫുൾ ആവുന്നത്. ദ നെക്സ്റ്റ് ഒക്കേഷണൽ ഓഡിറ്റ്. What do you mean by occasional audit? Occasional audit is suitable to sole traders and partnership form of business. If the sole trader or partners decides to conduct an audit for a special object on special occasion, ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് ഒക്കേഷനോ ഒക്കെ വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിലോ സോൾ ട്രേഡിലോ ക്രിയേറ്റ് ചെയ്യുന്ന ഓഡിറ്റാണ് ഒക്കേഷണൽ ഓഡിറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് പാർഷ്യൽ ഓഡിറ്റ്, which is carried out in respect of specified aspect of the books of accounts of the business and the auditor is only a part of accounts instructed by the client. This is called a partial audit. അതായത് ഓഡിറ്റർ ഒരു പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അക്കൗണ്ട് സെക്ഷനിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു ഭാഗം മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. This is a type of audit like conducted in business firm. Under this type of certain items in the accounts thoroughly scrutinized and analyzed. Test checking is also applied in the type of ഓഡിറ്റ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ്, അതാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞുള്ളത്. എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞു. ദെൻ അതിൽ പിന്നെ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്താണ്, ഇൻറ്റേർണൽ ഓഡിറ്റ് മെയ്ഡ് കമ്പൾസറി അണ്ടർ 2013 പ്രകാരം പറഞ്ഞു. പിന്നെ പറയുന്നു ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഡിറ്റ്. അതിൽ പറയുന്നതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. എന്താണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞത്? ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ്, പിന്നെ ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇൻ്ററിം ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. ഇത്രയാണ് ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുവരെ ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത ഓഡിറ്റ്. ഓക്കെ, താങ്ക് യു.